നമ്മളൊരു അടിപൊളി തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ബിരിയാണിയാണ്. കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഒരു 10 മിനിറ്റ് പോലും ഇതിന് വേണ്ട. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ബിരിയാണി ചെയ്യാൻ പെട്ടെന്നൊരു പൂതിയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിക്കനൊക്കെ കുറച്ച് ചിക്കനും ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗത്തിൽ കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ചിട്ട് സെറ്റായി പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ, നമ്മൾ ബിരിയാണിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. തുടങ്ങുന്നതിന് മുമ്പേ വളരെ സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് താങ്ക്സ്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്, ഒരുപാട് പേര് ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എനിക്ക് കാണിച്ചു തരാം. ബാംഗ്ലൂരിൽ നിന്നും രേഷ്മ റോണി ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. രമ്യ രാജ് ഫ്രം ബാംഗ്ലൂർ മിൻറ്റ് ലൈം ട്രൈ ചെയ്തിട്ടുണ്ട്. മിനി കുന്നുമ്മൽ ഫ്രം കടലുണ്ടി ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇന്ദു ഉദയൻ ഇറച്ചി കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. ഐഷ ജാസിർ ഫ്രം ഖത്തർ ഇറച്ചി കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഐഷ. ധനുജ വളരെ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ധനുജ. പിന്നെ ബിന്ദു ഫ്രം പരപ്പനങ്ങാടി ഉള്ളണം ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. രതീഷ് ഫ്രം ദുബായ് നമ്മളെ ചെമ്മീൻ തേങ്ങ റോസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇന്നൊരു സ്റ്റീലിൻ്റെ ഒരു മഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിൽ അരി അളക്കാൻ വേണ്ടി എടുത്തത്. ഇത് ഞാൻ ലെവൽ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത് പാത്രം ആയിക്കോട്ടെ നിങ്ങൾ എടുക്കുന്നത്, അതിന് നമ്മൾ അരി ലെവൽ ചെയ്യണം. ഇതിന് 1.25 വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഈ പാത്രത്തിന് ഒരു വെള്ളവും പിന്നെ ഒരു 1/4 വെള്ളം കൂടി. അപ്പം ടോട്ടൽ നമ്മൾ 1.25 വെള്ളം കൂടിയാണ് ഇതിനെടുത്തുള്ളത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കുക്കർ ബിരിയാണി ആയത് കാരണം ചിക്കനും ഉള്ളിയൊക്കെ ഇടുന്നില്ലേ, അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പം എന്തായാലും ആ വെള്ളം കറക്റ്റായിട്ട് ബാലൻസ് ആയിക്കോളും. അപ്പം നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളത്തിൻ്റെ അളവും അരി എടുക്കുന്നതിൻ്റെ കണക്കും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ബിരിയാണി നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 8 മുതൽ 10 കഷ്ണം വരെ ചെറിയ മീഡിയം സൈസ് ചിക്കനാണ്. 2 ഏലക്കയും 2 കഷ്ണം പട്ടയും 2 പൂവും എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ചെറിയ തക്കാളി അരിഞ്ഞത്, കറിവേപ്പില മല്ലിച്ചപ്പ് പുതിന, 2 വലിയുള്ളി അരിഞ്ഞിട്ടുണ്ട്, 3 പച്ചമുളക് ചതച്ചത്, 1/2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. നല്ലൊരു ബിരിയാണി നമുക്ക് കഴിക്കാം. കുക്കർ ചൂടാക്കി നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സാധാരണ എപ്പോഴും നെയ്യും ഡാൽഡയും കൂടെയൊക്കെയാണ് എടുക്കാറ്. ഇപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. അത് വെളിച്ചെണ്ണയാണ് ഇട്ടിട്ടുള്ളത്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ, ഒരു വേറെ തന്നെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണിയും നമുക്ക് കഴിക്കാം. അതിലേക്ക് 2 വലിയുള്ളി നേർമേൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ജസ്റ്റ് ഒരു ഇത്തിരി നേരം ഒന്ന് വഴറ്റിയാൽ മതി. ഒരു പിങ്ക് കളർ ആയിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചി ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു 8 വെളുത്തുള്ളി ചെറിയ അല്ലി. അപ്പോൾ അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഉണ്ടാകും കേട്ടോ. കല്ലിൽ ചതച്ച് വെച്ചതാണ്, അല്ലാണ്ട് നമ്മൾ മിക്സിയിലൊന്നും ഇതാക്കിയതല്ല. പിന്നെ ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതും കല്ലിൽ ചതച്ച് വെച്ചത്, അതും കൂടി ഇടാം. പിന്നെ ഒരു 2 ചെറിയ തക്കാളി നേർമേൽ അരിഞ്ഞത്, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടിയും കുറച്ച് നേരം മതി. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റണമെങ്കിൽ വേഗം വഴന്ന് കിട്ടും. ജസ്റ്റ് അത്ര ടൈം എടുത്താൽ മതി. വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ചിക്കൻ അതിലേക്ക് ഈ ഒരു സ്റ്റേജാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇടാം. ചിക്കൻ ആകെ കുറച്ച്, ഇതിപ്പോൾ ഒരു 4 ആൾക്ക് കഴിക്കാം. അതിനുള്ള പാത്രം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 8 മുതൽ 10 പീസ് വരെ ചെറിയ ചിക്കൻ്റെ പീസസാണ്. അപ്പോൾ കുറച്ച് സാധനം മതി, പെട്ടെന്ന് നമുക്കൊരു പുതി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ബിരിയാണി അല്ലേ. അപ്പം ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇതിലിപ്പം മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ തൈരോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം, വീട്ടിലുള്ള സാധനങ്ങളല്ലേ, അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതാണ് ഞാൻ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ബിരിയാണി. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ ഇടാം. പിന്നെ ഒരു 1/2 ചെറുനാരങ്ങൻ്റെ 1/2 നീര് മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയും കൂടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും കൂടി അതിലേക്ക് ചേർക്കുക. അപ്പം അരിൻ്റെ കാര്യം വെള്ളത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പാത്രത്തിനായിരുന്നു ഞാൻ അരി എടുത്തത്. ഇതിന് ഒരു
ഫുൾ പാത്രം വെള്ളം, ചൂടുവെള്ളം കേട്ടോ, തിളച്ച വെള്ളമൊന്നുമില്ല, സാധാരണ ചൂടുവെള്ളം, നോർമൽ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു. വെട്ടി തിളച്ച വെള്ളമൊന്നുമല്ല, ചൂടുവെള്ളം അതിലേക്ക് ഒരു പാത്രം, പിന്നെ ഒരു കാല് കണ്ടോ, അത്രയേ ഉള്ളൂ, കാലും കൂടി ഒഴിച്ചു. ഇനി നമ്മൾ ജസ്റ്റ് കുക്കർ മൂടി വെച്ച് 1 വിസിൽ, അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ഇതിന് മുമ്പേ ഒരു കാര്യം കൂടി, ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടണം, ഉപ്പിട്ട് ചെക്ക് ചെയ്യണം, ഉപ്പിട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന്, ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളോട് നേരത്തെ പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പം അതിലേക്ക് ഉപ്പും കൂടി ചേർത്തു. ഇനി എന്താ ചേർക്കുന്നത്, ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ്. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഒക്കെ വഴറ്റിയിട്ടുള്ളത്, പക്ഷേ ആ നെയ്യിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു നെയ്യും കൂടി ചേർത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ പരിപാടി, കഴിഞ്ഞ് നമ്മൾ പൂട്ടാൻ പോവുകയാണ്. ഇനി എന്താണ്, ഒരൊറ്റ പരിപാടിയുള്ളൂ, ഒരു വിസിൽ വരുത്തുക. പിന്നെ ഈ പ്രഷർ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നമ്മളിത് ഓപ്പൺ ചെയ്യുക. അതിന് മാത്രം ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മൾ ദമ്മിലിടേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ ഈ ഒരു ഇട്ട പൊടികളും എല്ലാം കൂടി നല്ലോണം അതിലേക്ക് മിക്സ് ചെയ്ത് സെറ്റായി പെർഫെക്റ്റ് ബിരിയാണി തന്നെ നമുക്ക് കിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് പോലും ഞാനിത് എടുത്തിട്ടില്ല, അത്രയും സ്പീഡിൽ ഇത് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഒരു വിസിൽ വന്നു. വിസിൽ വന്നതിന് ശേഷം നമ്മൾ പ്രഷർ പോയതിൻ്റെ ശേഷം മാത്രമാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താ മണം! നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാ മണം? എൻ്റെ അമ്മോ, ഇതൊന്ന് കഴിച്ച് നോക്കണേ, ഇതൊരു സംഭവമാട്ടാ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മേ, ഇനി ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല, ഞാനിനി വേഗം എൻ്റെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. ഞങ്ങൾക്ക് ഇനി കഴിക്കണം. നിങ്ങളിത് കഴിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. ഇതിങ്ങനെ കാണുമ്പം തന്നെ ഒരു സംഭവമാണ്. ബിരിയാണി ഒരു വീക്ക്നെസ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഞാനത് ഒരു പാത്രത്തിലേക്കൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ചോറിൻ്റെ ആ ഇത് ഒലർച്ചൽ കണ്ടോ നിങ്ങൾ, ഒലർന്ന് ഒരിക്കലും അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച ഒരു സംഭവമേ വന്നിട്ടില്ല. ഇങ്ങനെ കറക്റ്റ് ഫോമിലാണ്. കഴിക്കുമ്പം തന്നെ വായിൽ നിന്ന് ഇപ്പോൾ അതാ കപ്പൽ ഓടിക്കൊണ്ടേ ഇരിക്കുക, അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.